ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എനിക്ക് എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, എന്നിട്ട് അതിന് ഉത്തരം ഞാൻ പറയാം. അച്ഛൻ്റെ ഒരു പ്രസംഗം ഇന്നലെ കേട്ടു. അതിനകത്ത് അച്ഛൻ പറഞ്ഞ എനിക്ക് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതില്ല, മാമോദീസയിലാണ് നമ്മൾ വിശ്വാസം എപ്പോഴും ഏറ്റുപറയേണ്ടത്, കുർബാനയിൽ അത് ഏറ്റുപറയണമെന്നില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്നുവെച്ചാൽ മാമോദീസയുടെ അവസരത്തിൽ മാത്രം മതി, ബാക്കി അവസരങ്ങളിൽ ഏറ്റുകൊള്ളുണ്ടെന്ന് പറയാം. എറണാകുളത്ത് നരികുളമച്ചൻ്റെ ഒരു ക്ലാസ്, അദ്ദേഹം പല ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. ആ ഒരു ക്ലാസ് കേട്ട ഒരു ആളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നരികുളച്ചൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മാമോദിസയുടെ സമയത്ത് മാത്രമേ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതുള്ളൂ, കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതില്ല. നരികുളച്ചൻ അങ്ങനെ പഠിപ്പിക്കുന്നു. അതായത് മാമോദിസയുടെ സമയത്ത് മാത്രമേ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതുള്ളൂ, കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതില്ല. ഇങ്ങനെ നരികുളച്ചൻ പഠിപ്പിക്കുന്നു. അതേക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യം നിങ്ങൾ കേൾപ്പിച്ചു. ഞാൻ ആദ്യമേ തന്നെ മാമോദീസ എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മാമോദീസ വളരെ വലിയൊരു രഹസ്യമാണ്, ദൈവിക രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് അല്ല, മിസ്റ്ററിയാണ്. ദൈവം വെളിപ്പെടുത്തിയിടത്തോളം ഗ്രഹിക്കാൻ പറ്റുന്നത് എന്നാണ് ആ രഹസ്യത്തിനർത്ഥം. നമുക്ക് എത്രമാത്രം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവം എത്രമാത്രം വെളിപ്പെടുത്തിയോ അത്രത്തോളം മനസ്സിലാക്കാമെന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു രഹസ്യമാണ് ഈ മാമോദീസ എന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ഒരു വശം മാത്രം ചർച്ച ചെയ്യുകയാണ്. പിന്നീട് ഒരിക്കൽ ഞാൻ മാമോദീസയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു വശം മാത്രം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൊടേണ്ടതിന് ആളുകൾ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. യേശുവാകട്ടെ അവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൈതങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തെ പൈതൽ എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ പ്രവേശിക്കുകയില്ല. 2-3 വാക്കുകളൊന്നും നോക്കുക നമുക്ക്. അവൻ തൊടേണ്ടതിന്, യേശു ശിശുക്കളെ തൊടണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു. യേശു ശിശുക്കളെ അടുക്കലേക്ക് വിളിച്ച് അവരെ അണച്ച് അവരുടെ മേൽ കൈകൾ വെച്ച് ആശീർവദിച്ചു. മർക്കോസ് 10:13-16. യേശു ശിശുക്കളെ തൊടണം, സ്പർശിക്കണം. മാതാപിതാക്കൾ അത് ആഗ്രഹിക്കുന്നു. ഇന്നും അത് നടക്കണം. എന്നാലേ തിരുവചനം വചനമാകുള്ളൂ, ഇല്ലേ? ഈ വചനം ദൈവവചനമാകണമെങ്കിൽ ഇന്നും ആ വചനത്തിന് അർത്ഥം ഉണ്ടാകണ്ടേ? യേശുക്രിസ്തു ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം ജീവിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇന്നും തൊടണ്ടേ ശിശുക്കളെ? അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ശിശു മാമോദീസ. കൊണ്ടുവരികയായിരുന്നു. ആര്? മാതാപിതാക്കൾ കൊണ്ടുവരിക. മറ്റുള്ളവർ വേണമല്ലോ ശിശുക്കളെ കൊണ്ടുവരാൻ. യേശുവിലുള്ള വിശ്വാസത്തിലേക്കും അവൻ്റെ സഭയിലേക്കും അവൻ്റെ സ്പർശനത്തിലേക്കും ശിശുക്കളെ മറ്റുള്ളവർ കൊണ്ടുവരികയാണ്. ശിശുക്കൾ സ്വന്തം തീരുമാനമെടുത്ത് വരികയല്ല, ശിശുക്കളെ കൊണ്ടുവരികയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ശിശുക്കളെ. ഗ്രീക്കില് ബ്രെഫോസ് എന്ന വാക്കാണ്. ബ്രെഫോസ് ഗ്രീക്കില് നവജാത ശിശു എന്നാണ് അർത്ഥം. നവജാത ശിശു, തീർത്തും ചെറിയ ശിശു. അതായത് പരിച്ഛേദനത്തിന് മുമ്പുള്ള ശിശു എന്നർത്ഥം. പരിച്ഛേദനം നടക്കുന്നത് ജനിച്ച 8-ാം ദിവസമാണ്. ആ പരിച്ഛേദനം കഴിഞ്ഞാൽ പിന്നെ പൈതൽ എന്നാണ് വിളിക്കുക. പൈതല് അതിന് മുമ്പുള്ള അവസ്ഥ, അതായത് ജനിച്ച് 8-ാം ദിവസത്തിന് മുമ്പുള്ള ആ അവസ്ഥയ്ക്കാണ് ബ്രെഫോസ് എന്ന വാക്ക് ഉപയോഗിക്കുക. നവജാത ശിശു, പ്രസവിച്ചിട്ട് 8 ദിവസം തികയാത്ത ശിശു എന്നർത്ഥം. ഇപ്പോൾ ജനിച്ച ശിശു എന്ന് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 2:2. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ശിശുക്കളെ പോലെ ആകുക എന്ന് യേശു പഠിപ്പിച്ചിരുന്നു. മത്തായി 19:13. ഇവിടെ ഒരു പടി കൂടി കടന്ന് യേശു പറയാണ്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ദൈവരാജ്യം നവജാത ശിശുക്കളുടെ പോലെയുള്ളവരുടേതാണ്. ഇനി കുറച്ച് കഴിയുമ്പം അതേ 16-ാമത്തെ വാക്യത്തിൽ പൈതങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പൈഡിയോൺ എന്നാണ്. പൈഡിയോൺ നമ്മൾ ബാലപീഡനത്തിന് ഉപയോഗിക്കുന്ന പേഡോഫീലിയ എന്നുള്ള വാക്ക് പൈഡിയോൺ ഈ ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. അതായത് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ളവർ. നവജാത ശിശുക്കളാണ് ബ്രെഫോസ് ശിശുക്കൾ.
കുറച്ചുകൂടി പ്രായം, അതായത് 8 ദിവസം കഴിഞ്ഞു, ജനിച്ച് 8 ദിവസം കഴിഞ്ഞാൽ മുലപ്പാൽ കുടിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളെയാണ് പൈതങ്ങൾ എന്ന് പറയുന്നത്. ഈ 8ാം ദിവസം യേശുവിനെ പരിച്ഛേദനം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് പൈതൽ, പൈഡിയോൺ എന്നാണ്. ലൂക്ക 2:21. പിന്നെ മത്തായി 2:8, അതായത് ജ്ഞാനികൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് പൈതൽ എന്നാണ്. മത്തായി 2:8, 9, 11, 13, 14, 20, 21 വാക്യങ്ങളൊക്കെ ഇല്ലേ. നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു, തിരിച്ചു വരുന്നു, നസറത്തിൽ പോയി പാർക്കുന്നു. ഇവിടെയൊക്കെ യേശുവിനെ പൈതൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പരിച്ഛേദനം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യത്തെ പൈതൽ എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും അതിൽ പ്രവേശിക്കുകയില്ല. ലൂക്ക 18:17. 2 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഇവിടെ ലൂക്കാസ്. 1 നവജാത ശിശുക്കൾ, ബ്രെഫോസ്. 2 ഇച്ചിരി കൂടി മുതിർന്നവർ, അതായത് പരിച്ഛേദനം കഴിഞ്ഞ 8ാം ദിവസം പരിച്ഛേദനം കഴിഞ്ഞവർ. ഈ തിരുവചനം നോക്കുക. ശിശു മാമോദിസ അനിവാര്യമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ആകാമെന്നല്ല, അനിവാര്യമാണ്. ആരൊക്കെയാണ് ദൈവരാജ്യത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സുപ്രധാന ചോദ്യവും ഈ ബ്രെഫോസ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയായവരെ മാത്രമേ യേശു വിളിക്കുന്നുള്ളൂ, അതോ നവജാത ശിശുക്കളെയും അവൻ വിളിക്കുന്നുവോ? ഒരു സന്ദേഹത്തിനും തർക്കത്തിനും ഇടമില്ലാത്ത തരത്തിൽ ഉത്തരം നൽകുന്ന വാക്കാണ് ബ്രെഫോസ്, ഇപ്പോൾ ജനിച്ച ശിശു, നവജാത ശിശു. നവജാത ശിശുവായ യേശു ലൂക്ക 2:12-16, അമ്മയുടെ ഗർഭപാത്രത്തിൽ തുള്ളിച്ചാടിയ തീരെ ചെറിയ ശിശുവായ സ്നാപകൻ ലൂക്ക 1:41-44 എന്നിവരൊക്കെ വിശേഷിപ്പിച്ചത് ഈ വാക്കുപയോഗിച്ച ബ്രെഫോസ്, നവജാത ശിശു. ആ വാക്കാണ് യേശുവിന് അല്ലേ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ കിടക്കുന്ന നവജാത ശിശു, എലിസബത്തിന്റെ ഗർഭത്തിൽ തുള്ളിച്ചാടിയ നവജാത ശിശു. ജനിച്ചിട്ടില്ല, ഗർഭത്തിൽ കിടക്കുമ്പോഴും നവജാത ശിശു എന്നാ പറയണേ. ഇസ്രായേലിലെ നവജാത ശിശുക്കളെ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ ഫറവ തീരുമാനിച്ചു. നടപടി 7:19 സ്തെഫാനോസ് പറയുന്നുണ്ട്. അതേ വാക്കുപയോഗിച്ച പത്രോസ് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ബ്രെഫോസ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവിൻ. 1 പത്രോസ് 2:2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ബ്രെഫോസ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവിൻ. 1 പത്രോസ് 2:2. ഈ തിരുവചനങ്ങൾ വെളിച്ചത്തിൽ സഭ ശിശു മാമോദിസ പ്രോത്സാഹിപ്പിക്കുന്നു. നവജാത ശിശുക്കൾ സഭ എന്ന മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമായ കൂദാശകൾ, സവിശേഷമായി പ്രാരംഭ കൂദാശകൾ കൈക്കൊള്ളുമ്പോഴാണ്. അപ്പോൾ ഈ നവജാത ശിശുവിന് നമ്മൾ തിരുരക്തം കൊടുക്കും, കർത്താവിന്റെ വചനം കൊടുക്കും, വചനം ജീവൻ വെച്ച തിരുരക്തം കൊടുക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞ കാര്യം സംഭവിക്കുക എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ബ്രെഫോസ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവിൻ. ആ വചനമെന്ന മായമില്ലാത്ത പാലാണ് കർത്താവിന്റെ തിരുരക്തം, വചനത്തിന് ജീവൻ വെച്ചതാണത്. അതാണ് മാമോദീസ നൽകുമ്പോൾ കൊടുക്കുന്നത്. മാത്രമല്ല, ശിശുക്കളായിരുന്നു കൊണ്ട് ദൈവരാജ്യം കൈക്കൊള്ളണമെന്ന കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അതിനാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധിച്ച് സ്നാനം സ്വീകരിക്കാൻ രക്ഷപ്രാപിക്കുമെന്ന വാക്കിനെ മാത്രം ആസ്പദമാക്കി ശിശു മാമോദീസയെ, തിരുവചനം പറയുന്ന ശിശു മാമോദീസ നിരാകരിക്കുന്നവര് ഒരു വചനം കൊണ്ട് മറ്റൊരു വചനത്തെ ഖണ്ഡിക്കുന്ന, തമസ്കരിക്കുന്ന അബദ്ധ സിദ്ധാന്തക്കാരാണ്. അവിടെ പറഞ്ഞിരിക്കും, മർക്കോസ് 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിജാതിയരെ സ്നാനപ്പെടുമ്പോഴത്തെ കാര്യമാണ്, വിജാതിയർ വിശ്വസിക്കുമ്പോഴത്തെ കാര്യമാണ്. വിജാതിയർ വിശ്വസിക്കുമ്പോൾ അവര് മുതിർന്നവരാണ് വിശ്വസിച്ചിട്ട് കർത്താവിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് വിശ്വാസികൾക്ക് ജനിക്കുന്ന മക്കളെക്കുറിച്ചാണ്, ക്രൈസ്തവർക്ക് ജനിക്കുന്ന മക്കളെക്കുറിച്ചാണ്. അപ്പം എല്ലാ വചനവും എല്ലാവർക്കും ബാധകമല്ല. ഓരോ വചനത്തിനും അതിൻ്റെ ഓഡിയൻസ് ഉണ്ട്. ഒരു വിജാതിയരിൽ ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുമ്പോൾ മുതിർന്നവരാണ്, അവർ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. ഇവിടെ പറയുന്നത് ശിശുമാമോദീസയെക്കുറിച്ചാണ്. അതിനാൽ ഒരു വചനം കൊണ്ട് മറ്റൊരു വചനത്തെ ഖണ്ഡിക്കാൻ പാടില്ല. അതിനാൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. യോഹന്നാൻ 15:16.
എന്ന തിരുവചനം ഏറ്റവും സത്യം വാങ്ങുന്ന രംഗങ്ങളിൽ ഒന്നാണ് ശിശുമാമോദീസ. ദൈവരാജ്യത്തിലേക്കുള്ള കവാടമാണ് മാമോദീസ. യോഹന്നാൻ 3:3-3:5. അതിനാൽ സഭ തുടക്കം മുതലേ ശിശുക്കളെയും സ്നാനപ്പെടുത്തി. നടപടി 2:38-39. കത്തോലിക്ക സഭയുടെ മതബോധനം 12:50 മുതൽ 12:52 വരെ. അപ്പസ്തോലന്മാർ പകർന്നു തന്ന വിശ്വാസ പാരമ്പര്യമാണ് ശിശുമാമോദീസ എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ പകർന്നു തന്ന വിശ്വാസ പാരമ്പര്യം. ഉദാഹരണം ഒരിജൻ പറയാണ്. ഒരിജൻ 155 ജനിച്ച് 254 മരിച്ച ആളാണ് ഒരിജൻ. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന പാരമ്പര്യം സഭ സ്വീകരിച്ചത് അപ്പസ്തോലന്മാരിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റ് സാക്ഷികളും ഇക്കാര്യത്തിലുണ്ട്. അതിനാൽ ശിശുക്കളെയും സ്നാനപ്പെടുത്തുന്നു. സഭയുടെ രീതി അനുസരിച്ച് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു. ഹിപ്പോളിറ്റസിന്റെ പ്രബോധനം. ഹിപ്പോളിറ്റസ് ജനിച്ചത് 170, മരിച്ചത് 236. ആദ്യം നിങ്ങൾ തീരെ ചെറിയ ശിശുക്കളെ സ്നാനപ്പെടുത്തണം. സ്വയം സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കട്ടെ. അതിന് കഴിയാത്തവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരോ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരെങ്കിലും സംസാരിക്കട്ടെ. ടേർട്ടുല്യൻ AD 160 ജനിച്ച് 220 മരിച്ച ആളാണ്. അദ്ദേഹം പറയാണ്, വിജാതിയർക്ക് ജനിച്ച ശിശുക്കളെ നേരെ അങ്ങ് സ്നാനപ്പെടുത്തരുത്, എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ജനിച്ച ശിശുക്കളെ സ്നാനപ്പെടുത്തുക. ട്രെൻഡ് സൂനോദോസ് ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ നവജാത ശിശുക്കളെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ യേശു തൊടാൻ വേണ്ടിയിട്ടും ഈ യേശുവിന്റെ മായമില്ലാത്ത വചനമെന്ന പാല് എന്ന് വെച്ചാൽ തിരുരക്തം കൊടുക്കാൻ വേണ്ടിയിട്ടും ശിശുക്കളെ മാമോദിസ മുക്കുന്നു. അങ്ങനെയാണ് സഭയുടെ പാരമ്പര്യം. ഈ ലിദിയായും കുടുംബവും ഇല്ലേ, ലിദിയ യൂറോപ്പിൽ ആദ്യം മാമോദിസ സ്വീകരിച്ച കുടുംബമാണ്. അവളും കുടുംബവും സ്നാനമേറ്റുന്നാണ് അപ്പോസ്തല നടപടി 16-15. അവളും ശിശുക്കളൊഴികെ മറ്റു കുടുംബാംഗങ്ങളും എന്ന് പറഞ്ഞിട്ടില്ല. അവളും കുടുംബവും, ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ ശിശുക്കളോ എല്ലാവരും. ലിദിയായും ശിശുക്കളൊഴികെ കുടുംബാംഗങ്ങളും എന്ന് പറഞ്ഞിട്ടില്ല. ഒരു തിരുവചനവും ശിശുമാമോദിസ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരും അധരങ്ങളിലാണ് കർത്താവിന് സ്തുതി ഒരുക്കിയിരിക്കുന്നത്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ സ്തുതി ഒരുക്കുക. ഓശാന ഞായറാഴ്ച കർത്താവ് പറഞ്ഞ കാര്യം പറയണേ. ഈ ഓശാന ഞായറാഴ്ച ആചരിക്കാത്തവർക്ക് ഇതൊക്കെ മനസ്സിലാക്കണം എങ്ങനെയാ. അതിനാൽ മാമോദിസ പുതുജനനമാണ്. പുതുജനനം എത്രയും നേരത്തെ സംഭവിക്കണം. ഞാൻ എൻ്റെ ഒരു ദൈവശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, അത് ബൈബിളിനെ അടിസ്ഥാനമാക്കിയാണ്. സാക്ഷാൽ മുന്തിരിച്ചെടിയാകുന്ന മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന നിമിഷം, അവൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നതാണ് മാമോദിസയും കുർബാനയൊക്കെ, പ്രാരംഭ കൂദാശകൾ. സാക്ഷാൽ ഒലിവ് മരവുമായ യേശുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന ശാഖകളാണ് നമ്മൾ. റോമാലേഖനം 11-ാമത്തെ അധ്യായം. അത് സംഭവിക്കേണ്ടത് എത്രയും പെട്ടെന്നാണ്, എത്രയും പെട്ടെന്ന്. അപ്പോൾ പുതുജനനം അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ജനനമാണ്. മുകളിൽ നിന്നുള്ള ജനനം എന്നാണ് കർത്താവ് പറഞ്ഞു കേട്ടോ. അനോത്തരം എന്ന വാക്കിന് മുകളിൽ നിന്നാണ്. മുകളിൽ നിന്ന് ജനിക്കുന്നതാണ് നമ്മൾ കാണുന്നതും. കുരിശിന് താഴെ കുഞ്ഞിനെ പിടിച്ച് കർത്താവിൻ്റെ പാർശ്വത്തിൽ വെള്ളം തലയിലേക്ക് വീഴുകയാണ്, അല്ലാതെ നദിയിലേക്ക് മുക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് സ്നാപയോനന്റെ സ്നാനമാണ് ഇല്ലേ. സ്നാപകൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ മുകളിൽ നിന്ന് ജനിക്കും, സ്നാനപ്പെടും. മുകളിൽ നിന്ന് ജനിക്കുന്നതിന്റെ പ്രതീകമാണ് കുരിശിന് താഴെ ശിശുവിനെ പിടിച്ച് മുകളിൽ നിന്ന് കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന് അവന്റെ തലയിലേക്ക് വെള്ളം വീഴുന്നത്. അതിനെയാണ് സ്നാനപ്പെടുത്തുന്നത്. യേശുവിന്റെ നാമത്തിലേക്ക്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക, യേശുവിലേക്ക് സ്നാനപ്പെടുത്തുക. അങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കണേ. നാമത്തിൽ എന്നല്ല, നാമത്തിലേക്ക് എന്നാണ്. ചുരുക്കത്തിൽ നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് ജനിച്ച് 8-ാം ദിവസത്തിന് മുൻപാണ്. അപ്പോൾ മാത്രം വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതിയോ? ജനിച്ചാൽ വളരണ്ടേ? ഒരു ദിവസത്തേക്ക് ജനിച്ച് അങ്ങ് തീരുകയാണോ? ജനിച്ച അന്ന് മുതൽ വളരുകയാണ്. എന്തിൽ വളരുന്നു? വിശ്വാസത്തിൽ വളരുന്നു. അന്ന് മാമോദിസയിൽ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളോ അല്ലെങ്കിൽ ജ്ഞാനസ്നാന മാതാപിതാക്കളോ പറഞ്ഞ കാര്യം കുട്ടി സ്ഥിരമായി പറഞ്ഞ് കുർബാനയിൽ പങ്കെടുത്ത് ഇതാണ് ഞാൻ അന്ന് ജനിച്ചന്ന് മുതൽ പറയുന്നത് എന്ന് ആ വിശ്വാസത്തിൽ വളരുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. മാമോദിസയിൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ 8 ദിവസം പോലും പ്രായമില്ലാത്ത കുഞ്ഞ് അവന് വേണ്ടി മാതാപിതാക്കളോ മക്കളോ ജ്ഞാനസ്നാന മാതാപിതാക്കളോ പറഞ്ഞത് അവൻ കേൾക്കുകയേ വേണ്ടെന്ന് പറഞ്ഞാൽ നരികുളച്ചന് എന്താ വിവരക്കേടുണ്ടോ?
കുർബാനയിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലണ്ട എന്ന് അദ്ദേഹം പഠിപ്പിച്ച അതിന്റെ അർത്ഥം എന്താണ്? കുട്ടികൾ വിശ്വാസത്തിൽ വളരണ്ട എന്നല്ലേ? വചനത്തിൽ വളരണ്ട എന്നല്ലേ? ഇനി തീർന്നില്ല. ഈ ഇങ്ങനെ പറയാൻ, നരികുളിച്ചന് പറയാൻ ഏതെങ്കിലും തിരുവചനമുണ്ടോ? അടിസ്ഥാനമായിട്ട് ഏതെങ്കിലും സഭാപിതാക്കന്മാരുണ്ടോ? ഏതെങ്കിലും സഭാ വിജ്ഞാനീയമുണ്ടോ? സഭാശാസ്ത്രമുണ്ടോ? വിശുദ്ധ പാരമ്പര്യമുണ്ടോ? സഭാ ചരിത്രമുണ്ടോ? എറണാകുളത്തെ വിമത വൈദികരുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അങ്ങനെ പറഞ്ഞു. രേഖ എവിടെ? രേഖയില്ല. ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഇങ്ങനെ തീരുമാനിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അതിന് വിശുദ്ധ ബൈബിളോ തിരുവചനങ്ങളോ സഭാ വിജ്ഞാനീയമോ സഭയുടെ വിശുദ്ധ പാരമ്പര്യമോ സഭാപിതാക്കന്മാരോ സഭാശാസ്ത്രമോ യാതൊരു അടിസ്ഥാനവുമില്ല. സഭാപിതാക്കന്മാർ ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചു, നിങ്ങൾ നടപ്പാക്കുക. അതെന്തൊരു മര്യാദയാണ്? ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ലാണ്ട് പറയുകയാണോ വേണ്ടത്? അതിനാൽ ആ പ്രബോധനം തെറ്റാണ്. അതായത് ജ്ഞാനസ്നാന സമയത്ത് മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതി എന്ന നരികുളച്ചൻ്റെ പ്രബോധനം വളരെ തെറ്റായ പ്രബോധനമാണ്. നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കർത്താവിൻ്റെ വചനത്തിനും തിരുവചനത്തിനും സഭയുടെ പാരമ്പര്യത്തിനും സഭാശാസ്ത്രത്തിനും കർത്താവിൻ്റെ നിലപാടിനും എതിരാണ് ഈ നരികുളച്ചൻ്റെ നിലപാട്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല. മാത്രമല്ല, ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത അച്ഛന്മാർ അനുസരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തത്. ഏകീകൃത കുർബാന, ആ കോംപ്രമൈസ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പിൻവലിക്കണം. കാരണം അവരനുസരിക്കുന്നില്ലല്ലോ. അവരനുസരിക്കുമെന്ന വാക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തത്. അങ്ങനെയെങ്കിലും അവർ സഭയുടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അവർ എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്തിട്ടും സഭയെ ധിക്കരിച്ച് മാർപ്പാപ്പയെ ധിക്കരിച്ച് നിലകൊള്ളുന്നതിനാൽ അവർക്ക് കൊടുത്ത എല്ലാ കൺസെഷൻസും പിൻവലിക്കണം. അപ്പോൾ ശരിക്കും സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ഉണ്ടാകും. അങ്ങനെയാണ് വേണ്ടത്.